രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകൾ അടുത്ത മാസം കുറച്ചേക്കുമെന്ന് സൂചന. ഇന്ധനവില ഏകദേശം 5 മുതൽ 10 രൂപ വരെ കുറയ്ക്കാനാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ആലോചിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിടിവും വരുന്ന മാസങ്ങളിൽ നടക്കാൻ ഇടയുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിലാണ് വില കുറയ്ക്കൽ ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ട്. ഏറ്റവും ഒടുവിൽ 2 വർഷം മുൻപാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇതിനു മുൻപ് കുറച്ചത്. 8 രൂപയും 6 രൂപയുമാണ് അന്ന് കുറച്ചത്. കമ്പനികൾ ലിറ്ററിന് 5-10 രൂപ എന്ന നിരക്കിൽ കുറയ്ക്കുമെന്നും അത് ഉപഭോക്താക്കൾക്ക് കൈമാറാൻ കഴിയുമെന്നുമാണ് റിപ്പോർട്ടുകൾ. എണ്ണവില കുറയുന്നത് പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനും ദേശീയ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് അനുകൂല ജനവിധിക്കും വഴിതെളിക്കുമെന്നും സർക്കാർ അനുകൂല കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. അസംസ്കൃത എണ്ണ ഏറ്റെടുക്കുന്നതിനുള്ള ചെലവ് കുറയുമ്പോഴും സർക്കാർ നടത്തുന്ന എണ്ണ കമ്പനികളുടെ അറ്റാദായം റെക്കോർഡ് 75,000 കോടി രൂപ കവിയുമെന്ന് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ എണ്ണവില കുറയ്ക്കുന്നത് കമ്പനികളെ ബാധിക്കില്ല. രാജ്യത്തെ 3 എണ്ണ വിപണന സ്ഥാപനങ്ങൾ 2023-24 സാമ്പത്തിക വർഷത്തിലെ Q1-ലും Q2-വിലും ഗണ്യമായ അറ്റാദായം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രവണത Q3-ലും തുടരുമെന്നാണ് പ്രതീക്ഷ. കോർപ്പറേഷനുകൾ അതിന്റെ പങ്കാളികളുമായുള്ള സംഭാഷണത്തിന് ശേഷം വില കുറയ്ക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ മാസം 27-ന് 3ാം പാദ ഫലങ്ങൾ പുറത്തുവിടുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. മറ്റ് 2 കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയും 3ാം പാദ ഫലങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. ഒപെക് സഖ്യരാഷ്ട്രങ്ങൾ പലവട്ടം ഉൽപാദനം കുറയ്ക്കുകയും ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുകയും ചെയ്തതിനു ശേഷം ക്രൂഡ് ഓയിൽ വില മുൻ വർഷ ശരാശരിയേക്കാൾ 13% ഇടിഞ്ഞത്. വ്യത്യസ്ത ഘടകങ്ങളുടെ സ്വാധീനം നിമിത്തം വർഷത്തിലുടനീളം വില മാറിയും മറിഞ്ഞുമിരുന്നു. പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിപ്പിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ ആഗോള സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായി തീർന്നതുമൂലം ഡിമാൻഡിലുണ്ടായ കുറവും ഒപെക് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വരവിലുണ്ടായ വർധനവും വിലവർധന തടഞ്ഞു.